ഹായ് എവരിവൺ. സോ ഇന്ന് ഡിസംബർ 14, 2022. അപ്പോൾ 1991 ഡിസംബർ 14 നമ്മുടെ നാഷണൽ ഗവൺമെൻറ് തുടങ്ങി വെച്ച നാഷണൽ എനർജി കൺസർവേഷൻ ഡേ എന്ന് പറയുന്ന ദിവസത്തിൻ്റെ മറ്റൊരു തുടർച്ചയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നാഷണൽ എനർജി കൺസർവേഷൻ ഡേയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം വലുതാണ്. നേഷൻ മാത്രമല്ല, നമ്മുടെ ഈ ലോകം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരു എനർജി സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എനർജി കൺസർവേഷൻ എന്ന് പറയുന്ന ആശയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കെല്ലാവർക്കും, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ എനർജി കൺസർവേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എനർജി കൺസർവേഷനിലൂടെ ഗ്ലോബൽ വാർമിംഗ് ഒരു പരിധിയിലധികം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇലക്ട്രിക്കലായിട്ടുള്ള ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം ഗ്ലോബൽ വാർമിങ്ങിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഫാക്ടറികളിലോ ഇൻഡസ്ട്രികളിലോ മാത്രമല്ല, നമ്മുടെ വീടുകളിൽ നിന്നാണ് നമ്മളിത് ആദ്യം തുടങ്ങേണ്ടത്. നിങ്ങൾ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം മനസ്സിലായി കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നതാണ്. എന്നാലും നിങ്ങളാർക്കും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിക്കാതെ നിൽക്കുന്നൊരു സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനും നമ്മൾ ഈ സാധനത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും ഇങ്ങനെയുള്ളൊരു മാറ്റം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനായി നിങ്ങൾ വാങ്ങുന്ന എക്യുപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഫാൻ, TV, അല്ലെങ്കിൽ ഫ്രിഡ്ജ്, ഇതുപോലുള്ള ഇലക്ട്രിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ടുന്നതാണ്. അത് നമുക്കൊരിക്കലും ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത സാധനങ്ങളാണ്. പക്ഷേ നമ്മൾക്കത് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് വാങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രം അനുസരിച്ച് ആ സാധനങ്ങൾ ചൂസ് ചെയ്യാനും, അതിന് എന്തോരം ആവശ്യമുണ്ട്, നമുക്ക് എന്തോരം അത് വേണം, എത്ര വാട്ടിൻ്റെ സാധനമാണ് വേണ്ടത്, അതിന് അനുസൃതമായി എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കി വാങ്ങാനും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള സാധനങ്ങൾ നോക്കി വാങ്ങാനും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെയും അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത നിങ്ങളുടെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ മുതിർന്ന ബാക്കിയുള്ള കുടുംബാംഗങ്ങളെയോ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് വളരെയധികം സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ വരുന്ന തലമുറയ്ക്കും ഇനിയുള്ളൊരു തലമുറയ്ക്കും നല്ല രീതിയിൽ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു എനർജി സ്കേഴ്സിറ്റി എന്ന് പറയുന്ന നമ്മുടെ ലോകത്തിന് തന്നെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് കരകയറി നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് കൈകോർത്ത് നടന്നു നീങ്ങാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മാതാപിതാക്കളെ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ആയാലും ഇതിനെക്കുറിച്ചെല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതു കൂടിയാണ്. നിങ്ങളിലൂടെ മാത്രമേ ഇനി ഒരു മാറ്റം ഇതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിനുവേണ്ടി ഒരു മനസ്സോടെ ഒന്നു ചേർന്ന് നീങ്ങേണ്ടതാണെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആശംസകൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.